പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 7 ശനി. പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരിയുടെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന നിലയിലുള്ള പ്രവൃത്തികളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ മസ്കത്ത് നഗരസഭ ചെടികളും തണൽമരങ്ങളും വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ കാര്യക്ഷമമാക്കും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതിനെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. സിബി വ്യവസായ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വാഹനങ്ങളിലാണ് മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിച്ചത്. പൊതുചത്വരങ്ങളിലും തെരുവുകളിലും കാറുകൾ ഉപേക്ഷിക്കുന്നത് മസ്കത്തിന്റെ നഗര സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്നതാണ്. വാഹനങ്ങൾ കൂടുതൽ ദിവസം പൊതുനിരത്തുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിനാൽ റോഡ് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ദൈനംദിനം പാതയിലോ പാർപ്പിട പരിസരങ്ങളിലോ പ്രവേശന കവാടങ്ങളിലോ ഇങ്ങനെ വാഹനം ഉപേക്ഷിച്ച് പോകുന്നതിനാൽ ഗതാഗതം തടസ്സവും ഉണ്ടാകുന്നുണ്ട്. കാറുകൾ ദീർഘകാലത്തേക്ക് ഉപേക്ഷിക്കപ്പെടുമ്പോൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അവ പ്രാണികളുടെയും എലികളുടെയും സങ്കേതമായി മാറുകയും ചെയ്യുന്നു. സാമൂഹിക വിരുദ്ധരും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമയം വെയിലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ തീപിടുത്തത്തിന് ഇടയാക്കിയേക്കുമെന്നും വാഹന മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. മസ്കത്ത് മുനിസിപ്പാലിറ്റിയിലെ സൂപ്പർവൈസർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയോ സ്വദേശികളുടെയും താമസക്കാരുടെയും പരാതിയെ തുടർന്നോ ആണ് വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വാഹനങ്ങളിൽ അധികവും നീക്കുന്നത്. വാഹനം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി വാഹനത്തിൽ 14 ദിവസത്തേക്ക് മുന്നറിയിപ്പ് സ്റ്റിക്കർ പതിക്കും. ഇക്കാലയളവിൽ ഉടമ വാഹനം എടുത്തു കൊണ്ടുപോകണം. ഇല്ല എങ്കിൽ 90 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും പിന്നീട് പൊതുലേലത്തിൽ വയ്ക്കുകയും ചെയ്യും. ഉപേക്ഷിക്കപ്പെടുന്ന കാറുകളും ബസ്സുകളും പിടിച്ചെടുക്കുമ്പോൾ ഉടമകളുടെ പേരിൽ 200 റിയാൽ പിഴ ചുമത്തും. കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ നീക്കം ചെയ്തത് 100 കണക്കിന് വാഹനങ്ങളാണ്. നോട്ടീസ് പതിച്ച് നിശ്ചിത കാലയളവിന് ശേഷമാണ് വാഹനങ്ങൾ നഗരസഭ അധികൃതർ നീക്കം ചെയ്തത്. മലയാളികളടക്കം പ്രവാസികളുടെ വാഹനങ്ങളും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടും. ഏറെ നാളായി പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവയായിരുന്നു ഇവ. രുചിവൈവിധ്യങ്ങളുടെ ലോകം തുറന്ന മസ്കത്ത് ഈറ്റ് ഭക്ഷ്യമേളയുടെ 1ാം ഘട്ടം ഇന്ന് അവസാനിക്കും. സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ അരങ്ങേറുന്ന ഭക്ഷ്യമേളയുടെ 2ാം ഘട്ടം ഈ മാസം 10-ന് ആരംഭിക്കും. 14 വരെ തുടരുമെന്നും സംഘാടകരായ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന മേളയിൽ വേറിട്ട രുചിക്കൂട്ടുകൾ അടുത്തറിയാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. മേളയിൽ നിരവധി വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധ പ്രാദേശികവും അന്തർദേശീയവുമായ പാചകരീതികൾ അവതരിപ്പിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകരുടെ പങ്കാളിത്തവും മേളയിലുണ്ട്. ഒമാൻ ടൂറിസം സ്ട്രാറ്റജി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒമാനി പാചകകലാ ഫോറം എന്ന പേരിൽ ഒരു പരിപാടി ആരംഭിച്ചതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ദാഹിറ ഗവർണറേറ്റ് ദംഗ് വിലായത്തിലെ ഹസിൻ കോട്ടയിൽ നടത്തിയ ഖനനത്തിൽ പുരാവസ്തുക്കൾ കണ്ടെത്തി. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം സപ്പിയൻസ സർവകലാശാലയിൽ നിന്നുള്ള ഇറ്റാലിയൻ മിഷനുമായി സഹകരിച്ചായിരുന്നു പുരാവസ്തു ഗവേഷണം നടത്തിയിരുന്നത്. അൽ-ഷക്കൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട BC 1ഉം 3ഉം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ്. ഈ പ്രദേശത്തെ പുരാതന മനുഷ്യവാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്ഥലമാണിത്. കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തുന്നതിലാണ് ഖനനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ BC 3ആം സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഖനനങ്ങളും പ്രാദേശിക കല്ലുകളും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ച ഗോപുരവും സംഘം അന്വേഷിക്കുന്നു. ഇവിടെ നിന്ന് കണ്ടെത്തിയ ഖനനത്തിൽ ഇതുവരെയായി നിരവധി മൺപാത്ര ശകലങ്ങൾ, മുത്തുകൾ, പക്ഷിയുടെ ആകൃതിയിലുള്ള മൺപാത്ര ശില്പം എന്നിവയാണ് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലുകൾ ആ കാലഘട്ടത്തിലെ കലാസാംസ്കാരിക സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്നതാണെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സംഘം പറയുന്നു. അൽ-ഹസിൻ കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും പുരാതന കാലത്തെ മനുഷ്യവാസത്തിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ഉത്ഖനന പ്രവർത്തനങ്ങൾ ഡിസംബർ പകുതി വരെ തുടരും. അൽ-ഹസിൻ കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും പുരാതന കാലത്തെ മനുഷ്യവാസത്തിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ഉത്ഖനന പ്രവർത്തനങ്ങൾ ഡിസംബർ പകുതി വരെ തുടരും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ മക്കൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിനു കീഴിലുള്ള
SBDC സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ പഠനം നടക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അനുവദിക്കുകയെന്ന് മസ്കത്ത് ഇന്ത്യൻ എംബസി അറിയിച്ചു. NIT, IIT, പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ സ്കൂളുകൾ, NAAC അക്രഡിറ്റേഷനുള്ള UGC A ഗ്രേഡ് സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, DASA സ്കീമിൽ ഉൾപ്പെട്ട മറ്റു സ്ഥാപനങ്ങൾ എന്നിവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. വിദ്യാർത്ഥികളുടെ പ്രായം 17നും 21നും ഇടയിൽ ആയിരിക്കണം. ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള ECR രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ മക്കൾ, NRIകളുടെ മക്കൾ എന്നിവർക്കാണ് അർഹത. രക്ഷിതാവിന് മാസവരുമാനം 4.11 ലക്ഷം ഇന്ത്യൻ രൂപയിൽ കൂടാൻ പാടില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പഠനച്ചെലവിന്റെ 75% തുക സ്കോളർഷിപ്പ് ലഭിക്കും. പരമാവധി 3.29 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പണത്തിനും വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇൻകാസലാല റീജിയണൽ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വിജയം ആഘോഷിച്ചു. മധു കോളോത്ത് സ്വാഗതം ആശംസിച്ചു. ദേശീയ സമിതി അംഗം ദീപക് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ആഘോഷ പരിപാടിയിൽ TR രഘുനാഥ്, NS മാണി, സ്വാമി കണ്ണൻ, സതീഷ് പ്രിൻസ്, ചന്ദ്രൻ ബിനോയ്, M ജോർജ്, മനോജ് മജീന്ദ്രൻ, നിഷാദ് ഒലവക്കോട്, മുജീബ്, ബിജു മാത്യു, മനോജ്, നവദീപ് നന്ദൻ, സൈഫുദ്ദീൻ, അനിൽ, വിനോദ് എന്നിവർ പങ്കെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.